ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് പോകുന്ന നാഗാലാൻഡ് സൂയിലോട്ടാണ്. ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മോദിജിയുടെ ഒരു സ്റ്റാച്ചു ആണ്. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഇതാണ് നാഗാലാൻഡിലെ ഫേമസ് ബേർഡ് ഹോൺബിൽ. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് പോകുന്ന ഒരു വഴിയാണിത്. അപ്പോൾ നമുക്കിട്ട് പോകാം. അടിപൊളിയാണ്. സൺഫ്ലവർ ആണ്. പോലെ ഇരിക്കുന്ന ഒരു പൂവാണിത്. ഇതൊരു അഡ്വഞ്ചർ സൂ ആണ്. ഇങ്ങനത്തെ ഒരു സൂ പോലും ഞാൻ കണ്ടിട്ടില്ല. നമ്മളിനി കാട്ടിലോട്ട് കടക്കാൻ പോവാണ്. കാട്ടിൻ്റെ അകത്താണ് ഈ സൂ സെറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണണേ. നമുക്കിട്ട് പോവാം. ഇതാണ് കാട്. എനിക്കൊരു പേടി പോലും ഇല്ല. കാട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇതൊരു കാട്ടുപാതയായിരുന്നു. നല്ല ബേർഡ്സിൻ്റെ ആനിമൽസിൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു, വല്ല ആനിമൽസ് ചാടി വരുമോന്ന്. മുന്നോട്ടും പോയിട്ട് ഇതെത്തുന്നില്ല. അപ്പം എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു, വാ നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇപ്പം എത്തും. അത് കഴിഞ്ഞ് ഇച്ചിരി കൂടെ കഴിഞ്ഞപ്പം വഴി ഒന്നുകൂടെ ചെറുതാവാൻ തുടങ്ങി. അപ്പം എൻ്റെ നെഞ്ച് ടൊക്കൊന്ന് ഇടിക്കുന്നു. ഇനി നമ്മളൊരു ചെറിയ പാലത്തിൽ കയറുവാണ്. രണ്ടു വശം കാടാണ്. ഒരു മനുഷ്യൻ പോലും, എനിക്ക് നമ്മൾ മാത്രമേ വന്നുള്ളൂ. പാലം തടി വെച്ചാണ് ഉണ്ടാക്കിയത്. നമ്മളിപ്പോൾ അങ്ങ് മുമ്പോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. നാഗാലാൻഡിലൊരു ഫേമസ് ഫ്ലവറാണ്. ഞാൻ പറയും അച്ഛത് കാടല്ല, എനിക്ക് തോന്നുന്നില്ല ഫ്ലവേഴ്സിൻ്റെ കാടിലോട്ട് പോകാൻ. അച്ഛൻ പറഞ്ഞ നല്ലൊരു ആനിമൽസിൻ്റെ അടുത്തോട്ട് പോകാന്ന്. ഇതും നാഗാലാൻഡിലെ വേറൊരു ഫ്ലവറാണ്. ഞങ്ങൾ ഇനി ഇങ്ങനെ മുന്നോട്ടും പോയിക്കൊണ്ടിരിക്കുക. വഴി ഒന്നുകൂടെ ചെറുതാവുന്നുണ്ട്. ഈ വീഡിയോ മാറ്റല്ലേ, മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നുകൂടെ അഡ്വഞ്ചറായിട്ട് കാണാം. എല്ലാ സൂ കാണിച്ചേക്കുന്നത് നമ്മൾ ഓപ്പൺ ആയിട്ടാണ്. ഈ എല്ലാ സൂല കാട്ടിൻ്റെ അപ്പുറത്തിപ്പുറത്തുമായിട്ടാണ്. അപ്പം ആദ്യം ഏത് അനിമലിനെ കാണാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പം അങ്ങോട്ട് പോവാം. അനിമൽസിനെ എല്ലാവരും സെറ്റ് ചെയ്തേക്കുന്നത് ഈ കാടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. കണ്ടോ ഗൈസ്, വഴി ചെറുതായിക്കൊണ്ടിരിക്കുവാണ്. അനു അമ്മയും പോലെ അച്ഛനില്ല ചീത്ത ഒന്നേക്കാട്ടിലും പോലെ വീഡിയോ എടുത്തോണ്ട് ഓടുവാണല്ലോ. നാഗാലാൻഡിൽ നിങ്ങൾ വന്ന ഈ പ്ലേസിലൊന്ന് പോകണം. നല്ല അഡ്വഞ്ചറായ ഒരു പ്ലേസ് ആണ്. എൻ്റെ ഹോളിഡേ ആണ്. വിൻ്ററിൽ 9:30 തൊട്ട് 4 വരെയാണ് സമയം. നമ്മളിൽ 9:30 തൊട്ട് 4:30 വരെയാണ് സമയം. സൺഡേയിൽ അവധിയാണുള്ള കാര്യം നിങ്ങൾ മറക്കല്ലേ. ഈ കാട്ടിലൂടെ പോകുമ്പോൾ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ബേർഡ്സിൻ്റെ സൗണ്ട് കേട്ട് നല്ല സുഖമുണ്ട്. നടന്നിട്ടും ഇവിടെ ഒരു വഴിയുടെ സാധനം പോലും കൊടുക്കാത്തതുകൊണ്ട് ഞാൻ ടെൻഷനായി പോയിട്ടുണ്ടായിരുന്നു. ഇനി എവിടെ എത്തും. ഞങ്ങൾക്ക് കാട്ടിൻ്റെ ഉള്ളിൽ മാത്രം പോയിക്കൊണ്ടിരിക്കുകയെന്ന് മാത്രം അറിയാം. ഇത് മലയാണ്, കയറ്റമാണ്. മല പോലെ തന്നെ ഉണ്ട്. നടന്ന് ഞങ്ങൾ കുഴഞ്ഞു പോയി. നമ്മളിനി ബാംബു പാലത്തിലോട്ട് കടക്കാനാണ് പോകുന്നത്. അത് തന്നെ പേടി തോന്നും. അതുകൊണ്ട് അച്ഛനും അമ്മയും ഞാനും വിചാരിച്ച് ഇവിടെ ഇനി വഴിയില്ലെന്ന്. ചാച്ചൻ പറഞ്ഞ് ഞാനൊന്ന് പോയി നോക്കാമെന്ന്. ചാച്ചൻ പോയി നോക്കിയപ്പോൾ വഴിയുണ്ട്. അപ്പം ചാച്ചൻ ഞങ്ങളെ വിളിച്ചു. പിന്നെ കുലുങ്ങിയാണ് ഈ പാലം പോകുന്നത്. അതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു. മോളെ എല്ലാം പൊട്ടി കിടക്കുമായിരുന്നു. ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു. കഷ്ടപ്പെട്ട് ഞാൻ നടന്നു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാലോ, ഇത് മൊത്തം പൊട്ടിയും പറഞ്ഞും കിടക്കുവാണ്. നിങ്ങൾ എങ്ങനെ അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ ഇച്ചിരി വെട്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി, എത്താറായെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട്. ആദ്യം ഏത് അനിമലിനെ കാണാൻ പോകുന്നത് നമുക്കറിയത്തില്ല. നമുക്ക് പോവാം.
ആദ്യം നമ്മൾ പോയത് മുതലയിലെടുത്തോട്ടാണ്. 2 മുതല ഞാൻ കണ്ടു. ഒന്നാമത്തെ മുതൽ അങ്ങ് അറ്റത്തായിരുന്നു. ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ മുതലേ? അതിങ്ങനെ സുഖമായിട്ട് വെള്ളത്തിൽ കിടന്നുറങ്ങുവാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഒറ്റ അണക്കമൊന്നുമില്ല. അപ്പം അതിൻ്റെ അപ്പുറത്ത് ഞാനൊരു മുതലെ കണ്ടു. ഇങ്ങനെ വായന്തോടെ നിൽക്കും. ഞാൻ വരച്ചത് സ്റ്റാച്ചു ആണ്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിങ്ങനെ അടിക്കുന്നു. അടച്ചും തുറക്കുന്നു, കണ്ണും അടച്ചു. പിന്നെ അതിൻ്റെ വായിൽ ഇച്ചിരി വെള്ളം ഇങ്ങനെ വന്ന് കിടക്കുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഇത് റിയലാണ്. പിന്നെ അടുത്ത അനിമൽസിൻ്റെ അടുത്തോട്ട് ഞങ്ങൾ പോവാണ്. അതൊന്നും കാടൊക്കെ കടന്നാണ് പോകേണ്ടത്. അത് ഇച്ചിരി വെട്ടമൊക്കെ ഉണ്ടായിരുന്നു ഇതിനേക്കാളിലും. മറ്റേ മൊത്തം മൂടിക്കിടക്കുമായിരുന്നു. നമ്മളങ്ങനെ നടന്ന് പോവാണ്. ഇവിടെ ഇച്ചിരി വലിയ വഴിയൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത ആനിമൽസിൻ്റെ അടുത്തിട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ കാണാൻ പോകുന്ന ആമയാണ്. ഞാൻ പുറ്റിച്ച ആമയെ കണ്ടത് കുഞ്ഞു ആമ. ഞങ്ങളുടെ സ്കൂളിൽ ഇന്നിക്കട്ടിലും വലിയ ആമയാണ്. ഫോട്ടോ കൊടുത്തിരിക്കുന്ന വലിയ ആമ, എന്നിട്ട് കാണിക്കുന്നത് കുഞ്ഞാമ. പിന്നെ ഒരു കുഴി കാണിച്ചിരിക്കുന്നത് ചെറിയ ആമയാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് പോയി നോക്കാം അത് ചെറുതാണോ വലുതാണോ എന്ന്. അത് പോയി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ സ്കൂളിനെക്കാട്ടും വലിയൊരു ആമയാണിത്. എന്തൊരു വലുതാ ഗൈസ്. ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയ ആമ ഞാൻ കാണുന്നത്. എൻ്റെ സ്കൂളിൽ ഇതിനേക്കാൾ ഇച്ചിരി ചെറുതാണ്. ഇനി ഞാൻ അടുത്ത ആനിമൽ ഏതാണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഓടി നടക്കുവാണ്. എനിക്ക് കാണാൻ വേണ്ടി ഭയങ്കര കൊതിയാവുന്നുണ്ട് ആനിമൽസിനെ. ഞാൻ കൊൽക്കട്ടയിലും കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ആനിമൽസിനെ. അസാമിലും പോയിട്ടുണ്ട്, ഷില്ലോങ്ങിലും പോയിട്ടുണ്ട്, മേഘാലയയിലും കണ്ടിട്ടുണ്ട്. ഈ 7 സിസ്റ്റർമാരിനകത്ത് ഞാൻ വെറും 2 സിസ്റ്റർമാരെ മാത്രം കണ്ടിട്ടില്ല. ഒന്ന് ത്രിപുരയും പിന്നെ ഒന്ന് മിസോറാമും. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നൊരു പാമ്പാണ്. ഞാൻ ഒത്തിരി തപ്പി കണ്ടില്ല. പിന്നെ ആ പോച്ചയ്ക്ക് അത് കിടപ്പുണ്ടായിരുന്നു. ക്ലിയർ അല്ല നല്ല രീതി. അതിങ്ങനെ ഒട്ടിക്കിടക്കുമായിരുന്നു, കാണാൻ പറ്റും. ഇതൊരു മുള്ളൻ പന്നിയാണ്. അത്രയും മുള്ളൊന്നുമില്ല. ഇത് എനിക്ക് എളുപ്പം നല്ല രീതിയിൽ കാണാൻ പറ്റി. അത് ഇങ്ങനെ നല്ല അടുത്ത് തന്നെ വന്നിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അത്രയും മുള്ളൊന്നുമില്ല. നല്ല രസമാണ് അത് കാണാൻ. കണ്ടൊരു എലിയ പോലെ എനിക്ക് ആദ്യം തോന്നിയത്. അടുത്തതാണ് കറക്റ്റ് മുള്ളൻ പന്നി. ഇത് ഭയങ്കര ഡേഞ്ചറാണ്. ഇത് കൊണ്ടാൽ പിന്നെ തീർന്ന് നമ്മുടെ കൈ. ഇഷ്ടംപോലെ മുള്ളൻ പന്നിയുണ്ട്. ബേർഡ്സിൻ്റെ സെക്ഷനിലോട്ടാണ് വരുന്നത്. ആദ്യം അച്ഛന് ബേർഡൊന്നും കിട്ടിയില്ല. അച്ഛൻ അങ്ങനെ നടന്നു പോയി. അപ്പം ഞാൻ പറഞ്ഞു നോണ്ടൊരു ബേർഡ് ഇരിക്കുന്നത്. ഇതാണ് ഹോൺബിൽ ബേർഡ്. നല്ല രസമാണ് കാണാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിനെ നല്ല ക്യൂട്ടൊരു ബേർഡാണിത്. നനങ്ങുന്ന പോലുമില്ല. ഒരു പീക്കോക്ക്. ഇവിടെയും പക്ഷിയിലൊക്കെ ഇരിപ്പുണ്ട്. എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ആ മേശത് പീക്കോക്കിൻ്റെ കുഞ്ഞാണ്. നല്ല രീതിയൊക്കെ ഇപ്പം അല്ല. അടുത്തത് വേറൊരു പക്ഷിയാണ്. അടുത്തത് നമ്മുടെ ചീത്തക്കുട്ടി. ആദ്യം നല്ല രീതിയിൽ കിടന്നുറങ്ങുവാണ്. ഞാൻ ചീത്ത എന്ന് പറഞ്ഞാൽ അതിനെ ഉണർത്തിയിട്ടുണ്ട്. ഞാൻ ഓടി വന്ന് പീക്കോക്കിനെ നോക്കി. എന്നാലും പീക്കോക്ക് ഇങ്ങനെ വെറുതെ നിൽക്കുമായിരുന്നു. വേറൊരു ബേർഡ്സിൻ്റെ സെക്ഷനാണ്. അപ്പം അങ്ങോട്ട് പോകാം. ഇതാണ് കഴുകൻ. വാ, അടിപൊളി. നമ്മളെ തിന്നാൻ വരുവാണ്. ഐ തിങ്ക് നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി അത് നല്ല രീതിയിൽ സൂക്ഷിക്കുക. അപ്പം അതിൻ്റെ മേളിൽ വേറെ നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമ്മളെ വെൽക്കം ചെയ്ത്. അതിന് മനസ്സിലായി നമ്മൾ വരത്തില്ല, അതിന് തിന്നാൻ തീറ്റി കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അത് തിരിച്ചു പോയി. പാരറ്റ്സിൻ്റെ സെക്ഷനാണ്. നമുക്ക് മുന്നോട്ട് പോകാം. ഇത് നമുക്ക് വേറെ ഇങ്ങനെ വേണേൽ റെസ്റ്റൊക്കെ ചെയ്യാം. ഇതും വേറൊരു ടൈപ്പായിരുന്നു.
ഈമു എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്, പറക്കത്തില്ല എന്ന. ഇത് ഓസ്ട്രേലിയയിൽ കാണുന്ന ഒരു പക്ഷിയാണ്. നല്ല രസമുണ്ട്. ഞാൻ എന്തെങ്കിലും തിന്നാൻ കൊടുക്കാൻ നേരത്ത് ഞാൻ ഇങ്ങനെ ഒരു തുണി ഇട്ട് കൊടുത്തപ്പോൾ എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. തുണി ഇട്ട് കാണിക്കാന്ന് വിചാരിച്ചു എന്തെങ്കിലും ചെയ്യാൻ വരുമോന്ന് വെച്ചാൽ അതുപോലും മൈൻഡ് കാണിക്കുന്നില്ല. അത് വേറൊരു സാധനം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് രണ്ടുപേരും. അത് കഴിഞ്ഞ് ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് നടന്ന് പോവാണ് അടുത്ത കാട്ടിലോട്ട്. ഞാൻ ഡാൻസ് കളിക്കുകയാണ്. ഇത് മൊത്തം ഇനി കാട് കടന്നാൽ അടുത്ത ആനിമലിൻ്റെ അടുത്തിട്ട് എത്താൻ പറ്റരുത്. ഞാൻ ഭയങ്കര കാത്തിരിക്കുകയാണ് അടുത്ത ആനിമലിൻ്റെ അടുത്തോട്ട് എത്താൻ. ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മൊത്തം ഇങ്ങനാണോ ഭഗവാൻ എന്ന് വായിച്ചപ്പോൾ അല്ല, വയറ്റിന് ഗുഹ മാതിരി ഉണ്ടായിരുന്നു. ഇച്ചിരി വെട്ടമൊക്കെ കണ്ടപ്പോൾ എനിക്ക് സമാധാനമായിട്ടുണ്ട്. പുലി നല്ല രസമുണ്ട്. ഞാൻ പറഞ്ഞു മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇത് കണ്ട എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇത് കണ്ടോ വാലൊക്കെ ആട്ടി കാണിക്കുന്നുണ്ട്. അഞ്ചിട്ട് കഴിഞ്ഞ് നമ്മൾ വാലൊക്കെ ആട്ടി കാണിച്ചിട്ട് നമ്മൾ അതിൻ്റെ അടുത്തോട്ട് പോയാൽ നമ്മൾ കടിച്ച് കീറി തിന്നും. പിന്നെ നമ്മൾ അടുത്ത ആനിമൽ എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നടക്കുവാണ്. പിന്നെ എനിക്ക് സമയം അങ്ങ് പോയാണ്, അടയ്ക്കണമെന്നറിയാം. ഞാനൊക്കെ പോയായിരുന്നു. അതായത് ഞങ്ങൾ എല്ലാ ആനിമലിനെയും കണ്ടില്ല. ഇനി നമുക്ക് ഡിസംബറിൽ വന്ന് കാണാമെന്ന് വിചാരിച്ച് ഉള്ളിലോട്ട് നടന്നു പോവാണ്. ഇത് മാൻ. ഞാൻ കൈ വീട്ടി കാണിച്ചാണ്, എൻ്റെ അടുത്ത് വന്നില്ല. ഇതാണ് വാവാന്ന് പറഞ്ഞിട്ട് അതെൻ്റെ അടുത്തോട്ട് വന്നില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചോടി. പിന്നെ ഒരു കുഞ്ഞു പാലം കണ്ട് ആ പാലം നമ്മൾ നടന്നു പോവാണ്. ഞാൻ വെച്ച് എത്താറായെന്ന്, എന്നാലും എത്തിയില്ലായിരുന്നു. വേറൊരു ആനിമൽ ഉണ്ടായിരുന്നു. ആ ആനിമലിൻ്റെ പേരാണ് സാമ്പാർ. അപ്പം അച്ഛൻ ഞാൻ സാമ്പാർ ഒപ്പിപ്പോൾ സാമ്പാറിൻ്റെ ആനിമലില്ല. അപ്പം അച്ഛൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു സാമ്പാർ നമ്മൾ നോക്കിയിട്ടേ വരത്തുള്ളൂ. അച്ഛൻ പറഞ്ഞു സാമ്പാർ കഴിക്കാൻ പോയെന്ന്. സാമ്പാർ ഒരു ഇനം മാനാണ്. നമ്മൾ തിരിച്ചു പോകാൻ ഇറങ്ങുകയാണ്. അതുകൊണ്ട് സമയമൊക്കെ തീരാറായിട്ടുണ്ട്. കറക്റ്റ് 4:30 അതുകൊണ്ട് ഞങ്ങൾ എളുപ്പം പോവാണ്. ഇനി അടുത്ത ആനിമൽസിലേക്ക് നമുക്ക് പിന്നെ നോക്കാം. വഴിയാണിത്. എക്സിറ്റ് വഴി എവിടാന്ന് നമ്മൾ ഒത്തിരി തപ്പി എന്നാലും കിട്ടിയില്ല. പിന്നെ ഒരിടത്ത് നമുക്ക് കിട്ടി ഭയത്തിന്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചു പോകാൻ വേണ്ടി. അല്ലേ നടന്ന് കുഴഞ്ഞ്. അപ്പം അച്ഛൻ ഇച്ചിരി മുമ്പോട്ട് പോയിട്ട് പറഞ്ഞാണ്ട് ഒരു കുഞ്ഞു പോയി. ഞാൻ പറഞ്ഞപ്പോൾ ഇനി പോകണം. അച്ഛൻ പറഞ്ഞു വാ അമ്മയും പറഞ്ഞു വാ. പിന്നെ അവിടെ കൂടെ പോവായിരുന്നു നമ്മൾ. കഷ്ടപ്പെട്ടൊന്ന് സ്റ്റെപ്പ് കയറി. നമ്മൾ എൻട്രൻസിൽ കഷ്ടപ്പെട്ട് എത്തിയിട്ടുണ്ട്. പ്ലീസ് ലൈക്ക് മൈ ചാനൽ, സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു. ഹാപ്പി നൈസ് ഡേ.